അടുത്ത കാലത്തായി ചികിത്സാ ചെലവ് കുത്തനെ വർദ്ധിക്കുകയാണ്. അത് സാധാരണക്കാരൻ്റെ കുടുംബ ബഡ്ജറ്റിനെ തകിടം മറിക്കുന്നു. ചികിത്സാ ചെലവിന് വേണ്ടി കിടപ്പാടം പോലും വിൽക്കേണ്ടി വരുന്ന ഒരവസ്ഥ വരുന്നു. തിരുവനന്തപുരത്തെ സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ അടുത്ത കാലത്ത് നടത്തിയ ഒരു പഠനത്തിൽ കേരളത്തിലെ ജനങ്ങളിൽ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവരിൽ ഏതാണ്ട് 80% ആൾക്കാരും ദാരിദ്ര്യരേഖയ്ക്ക് താഴെ വന്നതിൻ്റെ കാരണം ചികിത്സാ ചെലവാണ് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഓരോ ദിവസവും അങ്ങനെ ദാരിദ്ര്യരേഖയ്ക്ക് താഴെ വരുന്നവരുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്. അപ്പോൾ ഈ ചികിത്സാ ചെലവ് എന്തുകൊണ്ടാണ് ഇങ്ങനെ വർദ്ധിക്കുന്നത്, അതിനെ പ്രിവെൻറ്റ് ചെയ്യുവാൻ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ തുടങ്ങിയ കാര്യങ്ങളെ പറ്റിയാണ് ഇന്ന് നമ്മളിവിടെ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ചികിത്സാ ചെലവ് വർദ്ധിക്കുന്നതിന് പല കാരണങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കുന്നില്ല എന്നുള്ളതാണ്. ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി നമ്മൾ പ്രവൃത്തികൾ പോലും ചെയ്യുന്നില്ല. അതായത് ആരോഗ്യം സംരക്ഷിക്കണമെങ്കിൽ നമുക്ക് ഹെൽത്തി ഡയറ്റ് വേണം, അതുപോലെ തന്നെ നമ്മൾ റെഗുലറായിട്ട് വ്യായാമം ചെയ്യണം, നമ്മുടെ സ്ട്രെസ്സിൻ്റെ ലെവൽ കുറയ്ക്കണം തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റിയൊക്കെ നിരവധി വീഡിയോകൾ എൻ്റെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്നും മിക്കവരും അവരുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഒരു ചെറിയ കാര്യം പോലും ചെയ്യുന്നില്ല. വി ആർ നെഗ്ലക്റ്റിംഗ് അവർ ഹെൽത്ത്. അപ്പോൾ നമ്മൾ ആരോഗ്യം നോക്കാതെ വരുമ്പോൾ നമ്മൾ രോഗികളാകുന്നു. അതായത് ആരോഗ്യം നഷ്ടപ്പെടുമ്പോഴാണ് നമുക്ക് രോഗമുണ്ടാകുന്നത്. ഇന്ന് നമ്മുടെ നാട്ടിൽ ഒരു രോഗിയെങ്കിലും ഇല്ലാത്ത ഒരു വീട് പോലും ഇല്ല എന്ന് പറഞ്ഞാൽ അതിലൊരു അതിശയവുമില്ല. ഒരു വീട്ടിൽ തന്നെ ഒന്നിൽ കൂടുതൽ രോഗികളുള്ള അവസ്ഥയാണിന്നത്. ഭാര്യയ്ക്ക് ചിലപ്പോൾ ബ്രസ്റ്റ് ക്യാൻസർ വന്നയാളായിരിക്കാം, ഹസ്ബൻഡിനാകട്ടെ സ്ട്രോക്ക് വന്നയാളായിരിക്കാം. അങ്ങനെ ഒന്നിൽ കൂടുതൽ രോഗികൾ ഒരേ വീട്ടിൽ തന്നെ ഉള്ള ധാരാളം വീടുകൾ ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട്. അവരെല്ലാം പല സൈസ് മരുന്നുകൾ അല്ലെ പല കൂട്ടം മരുന്നുകളാണ് ദിവസവും കഴിക്കേണ്ടി വരുന്നത്. നമ്മുടെ സമൂഹത്തിൽ ആരോഗ്യമുള്ളവരെക്കാൾ കൂടുതലായിട്ട് രോഗികളാണ് ഇന്നുള്ളത് എന്ന് പറഞ്ഞാൽ അതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ രോഗം വന്നു കഴിയുമ്പോൾ നമുക്കതിന് ചികിത്സിക്കണമെങ്കിൽ അതിന് ചെലവ് വരും. അപ്പോൾ അങ്ങനെയാണ് ചികിത്സാ ചെലവ് നമുക്ക് കൂടുതൽ തുക മുടക്കേണ്ടി വരുന്നത്. അപ്പോൾ അത് ഒരു വശത്ത്. രണ്ടാമതായിട്ട് പുതിയ രോഗങ്ങൾ വരുന്നു, പുതിയ ഇൻവെസ്റ്റിഗേഷൻസ് വരുന്നു, പുതിയ ചികിത്സാ രീതികൾ വരുന്നു. ഇതൊക്കെ നമ്മുടെ ചികിത്സാ ചെലവ് വർദ്ധിക്കാൻ കാരണമാകുന്നുണ്ട്. പണ്ടൊന്നും ഇല്ലാത്ത പല രോഗങ്ങളും ഇന്ന് കടന്നു വരുന്നുണ്ട്. പക്ഷിപ്പനിയെ പറ്റി നിങ്ങൾക്കറിയാം, നിപ്പായെ പറ്റി നിങ്ങൾക്കറിയാം, H1N1 വൈറസിനെ പറ്റി നിങ്ങൾക്കറിയാം. അതുപോലെ തന്നെ ഇപ്പോൾ ഈ അടുത്ത കാലത്താണ് അമീബിക് മസ്തിഷ്ക ജ്വരം വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ പലവിധ പുതിയ രോഗങ്ങളും മനുഷ്യരാശിയെ കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ്, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ. അതുപോലെ തന്നെ ഇൻവെസ്റ്റിഗേഷൻ്റെ കാര്യമുണ്ട്. പല പുതിയ ഇൻവെസ്റ്റിഗേഷനുകളും ഇന്ന് വരുന്നു. പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ രക്തം പരിശോധിക്കുകയോ മൂത്രം പരിശോധിക്കുകയോ ഒക്കെ ചെയ്താൽ മാത്രം മതിയായിരുന്നു. ഇന്ന് അങ്ങനല്ല. ഇന്ന് പലവിധ സ്കാനിങ്ങുണ്ട്. അൾട്രാസൗണ്ട് സ്കാനിങ്, CT സ്കാനിങ്, MRI സ്കാനിങ്. അപ്പോൾ പല പുതിയ ഇൻവെസ്റ്റിഗേഷനുകളും വരുമ്പോൾ നമ്മുടെ ചികിത്സാ ചെലവ് അതനുസരിച്ച് കൂടും. അതുപോലെ തന്നെ ചികിത്സയ്ക്കും പല പുതിയ മൊഡാലിറ്റികൾ വരുന്നുണ്ട്. ആൻജിയോപ്ലാസ്റ്റി ഒക്കെ സാധാരണ ചെയ്യുന്നതിന് പകരം ഇന്നിപ്പോൾ പുതിയ ലേസർ ആൻജിയോപ്ലാസ്റ്റി വരുന്നു. പ്രോസ്റ്റേറ്റിന് സർജറിക്കാണെങ്കിൽ പുതിയ ടെക്നിക്കുകൾ വരുന്നു. ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റീസ് വന്നു കഴിയുമ്പോൾ അതനുസരിച്ച് ചികിത്സാ ചെലവും വളരെയധികം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ മറ്റൊന്ന്, നമ്മൾ ചെറിയ ഒരു അസുഖം വന്നാൽ പോലും നമ്മൾ വലിയ ആശുപത്രിയെ അഭയം പ്രാപിക്കുന്നു എന്നുള്ളതാണ്. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഒരാൾക്കൊരു തലവേദന വന്നു. അയാൾ പെട്ടെന്ന് ഒരു ന്യൂറോളജിയിലെ ഡോക്ടറെ കാണുമ്പോൾ അദ്ദേഹം പലവിധ ഇൻവെസ്റ്റിഗേഷനും CT സ്കാന് അല്ലെ MRI സ്കാനും ഒക്കെ നിർദ്ദേശിച്ചിരിക്കും. കാരണം ധാരാളം ആളുകൾ തലവേദനയായിട്ട് വരുമ്പോൾ അല്ലെ 100 പേര് വരുമ്പോൾ അതിൽ ഒരാൾക്ക് ചിലപ്പോൾ ബ്രെയിൻ ട്യൂമർ ആയിരിക്കാം. ആ ന്യൂറോളജിസ്റ്റിന് ആ ഒരാളെ പോലും മിസ് ചെയ്യാൻ പറ്റത്തില്ല ഡയഗ്നോസിസ്. അല്ലെങ്കിൽ ആൾക്കാർ പറയും ന്യൂറോളജിസ്റ്റിനെ കണ്ടു എന്നിട്ടും അദ്ദേഹം രോഗം കണ്ടുപിടിച്ചില്ല എന്ന് പറയും. അപ്പോൾ തലവേദനയായിട്ട് വരുന്ന മിക്ക രോഗികളോടും ന്യൂറോളജിസ്റ്റ് പറയും സ്കാൻ ചെയ്യണമെന്ന് പറയും. സ്കാൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്കറിയാം അതിനൊരു ഭാരിച്ച തുക ചെലവാക്കേണ്ടി വരും. ചെറിയ അസുഖങ്ങൾക്ക് പോലും നമ്മൾ വലിയ ആശുപത്രിയെ അഭയം പ്രാപിക്കുന്നത് അല്ലെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഡോക്ടറെ അഭയം പ്രാപിക്കുന്നത് ഒക്കെ നമ്മുടെ ചികിത്സാ ചെലവ് വർദ്ധിക്കുവാൻ കാരണമാകുന്നു. പിന്നെ മറ്റൊന്ന്, സ്വയം ചികിത്സ ചെയ്യുന്നതാണ്. പലപ്പോഴും പല ആൾക്കാരും സ്വയമായിട്ട് ചികിത്സിക്കുന്നുണ്ട്. വയറ്റുവേദന വന്നാൽ മെഡിക്കൽ സ്റ്റോറിൽ ചെന്ന് മരുന്ന് മേടിക്കുന്നു, പനി വന്നാൽ മെഡിക്കൽ സ്റ്റോറിൽ ചെന്ന് മരുന്ന് മേടിക്കുന്നു, ആൻറ്റിബയോട്ടിക് മരുന്നുകൾ പോലും ചിലപ്പോൾ അതിനുവേണ്ടി ഉപയോഗിക്കുന്നു. ഇങ്ങനെ സ്വയം ചികിത്സ ചെയ്യുന്നത് പലപ്പോഴും
പല അപകടങ്ങൾക്കും കാരണമാകും. അതായത് രോഗം നമ്മൾ കണ്ടുപിടിക്കാതെ അതിന് ചികിത്സിക്കുന്നത് പലപ്പോഴും രോഗം കൂടുതലാകുവാൻ അത് കാരണമാകുന്നു. അപ്പോൾ അത് നമ്മുടെ ചികിത്സാ ചെലവ് വർദ്ധിക്കുന്നു. പിന്നെ അടുത്ത കാലത്തായി ഇന്റർനെറ്റ് ചികിത്സയുണ്ട്. അതായത് ഇന്റർനെറ്റിൽ നോക്കി അതനുസരിച്ച് ചികിത്സിക്കുന്നവരും ഇന്ന് നമ്മുടെ നാട്ടിൽ ധാരാളമുണ്ട്. ഒരു വയറ്റുവേദന വന്നു, അപ്പോൾ അത് ഇന്റർനെറ്റിൽ നോക്കി നമ്മൾ ചികിത്സിക്കുകയാണെങ്കിൽ അതിന് വയറ്റുവേദനയ്ക്ക് ഒരു 100-150 കാരണങ്ങൾ ഉണ്ടായിരിക്കാം. അപ്പോൾ ചിലപ്പോൾ അതിനകത്ത് ക്യാൻസറിന്റെ ലക്ഷണമായിട്ട് വയറ്റുവേദന പറഞ്ഞിരിക്കും. പക്ഷേ ഇന്റർനെറ്റ് നോക്കി അയക്കുന്നയാൾ അത് അയാൾക്കുണ്ടായ വയറ്റുവേദന ചിലപ്പോൾ ക്യാൻസർ ആണോ എന്ന് സംശയം തോന്നും. അപ്പോൾ അയാൾ ചിലപ്പോൾ അത് ക്യാൻസർ ആണ് എന്ന് മനസ്സിൽ ഉറപ്പിച്ച് വിഷമിച്ച് വിഷാദ രോഗത്തിലേക്ക് പോലും കടന്നു പോകുന്ന അവസ്ഥ ഉണ്ടാകാറുണ്ട്. അതായത് ഇല്ലാത്ത രോഗത്തിന് വല്ലാത്ത ചികിത്സ ചെയ്യുന്ന ഒരു പ്രക്രിയ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ഇന്റർനെറ്റ് നോക്കി സ്വയം ചികിത്സിക്കുന്നതും പലപ്പോഴും ചികിത്സാ ചെലവ് വർദ്ധിക്കുവാൻ പലപ്പോഴും കാരണമാകുന്നുണ്ട്. കാരണം അത് പല അപകടങ്ങൾക്കും കാരണമാകും. പിന്നെ അന്നേരം അതിന് തുടർച്ചയായിട്ട് പിന്നെ ബാക്കി ചികിത്സ ചെയ്യേണ്ടി വരും. നമ്മൾ വലിയ ആശുപത്രികളെ പറ്റി സൂചിപ്പിച്ചു. അതായത് നമ്മുടെ നാട്ടിൽ ഈ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്. അതേസമയം തന്നെ ചെറിയ ആശുപത്രികൾ നിന്നു പോകുന്ന ഒരു അവസ്ഥയും നമ്മുടെ നാട്ടിലുണ്ട്. പണ്ടൊക്കെ ചെറിയൊരു അസുഖം വന്നാൽ നമ്മൾ സാധാരണ ഒരു ഡോക്ടറെ കണ്ടാൽ മാത്രം മതിയായിരുന്നു. പക്ഷെ ഇന്ന് ആ സ്ഥിതി മാറി. ഇന്ന് എല്ലാത്തിലും സ്പെഷ്യാലിറ്റി ഡോക്ടർ അല്ലെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഡോക്ടർമാരെയാണ് കാണുന്നത്. അപ്പോൾ വലിയ ഹോസ്പിറ്റലിലേക്ക് അല്ലെ വലിയ കോർപ്പറേറ്റ് ഹോസ്പിറ്റലിലേക്ക് നമ്മൾ ചെന്നെത്തുമ്പോൾ അവിടെയുള്ള പരിശോധനകളും അവിടെയുള്ള ചികിത്സയും എല്ലാം വ്യത്യസ്തമാണ്. അവിടെ അപ്പോൾ ചികിത്സാ ചെലവ് വളരെ കൂടിപ്പോകുന്നു. ഈ വലിയ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് മറ്റു ചില പ്രശ്നങ്ങളുമുണ്ട്. അവിടുത്തെ ഡോക്ടർമാർക്കൊക്കെ മാനേജ്മെന്റ് ഓരോ ടാർഗറ്റ് കൊടുത്തിട്ടുണ്ട് എന്നാണ് പലരും പറയുന്നത്. അതിൽ എത്രമാത്രം സത്യമുണ്ട് എന്ന് എനിക്ക് നേരിട്ട് അറിയത്തില്ല. ടാർഗറ്റ് കൊടുക്കുമ്പോൾ ഡോക്ടർമാർക്ക് ആ ടാർഗറ്റ് എത്തിക്കാൻ വേണ്ടി ചിലപ്പോൾ ചില പ്രയത്നം ആവശ്യമായിട്ട് വരുന്നു. അതും ചികിത്സാ ചെലവ് കൂട്ടാൻ കാരണമാകും. പിന്നെ മറ്റൊന്ന്, ഇന്ന് ഗവൺമെന്റ് ഹോസ്പിറ്റലിലും മെഡിക്കൽ കോളേജിലുമാണ് സാധാരണക്കാർ ചികിത്സയ്ക്ക് വേണ്ടി അഭയം പ്രാപിക്കുന്നത്. പക്ഷേ അവിടെയും കുറച്ച് ചെലവുകൾ വരുന്നു എന്നത് ഒരു പ്രത്യേകമായിട്ട് നമ്മൾ കാണേണ്ട ഒന്നാണ്. OP ടിക്കറ്റ് എടുക്കുന്നതിന് ചെറിയൊരു തുക കൊടുക്കേണ്ടി വരും. അവിടെ ഇൻവെസ്റ്റിഗേഷന് ചിലപ്പോൾ പൈസ മുടക്കേണ്ടി വരും. അവിടെ ഓപ്പറേഷൻ വല്ലതും ചെയ്യണമെങ്കിൽ പല സാധനങ്ങളും മേടിച്ചു കൊടുക്കേണ്ടി വരും. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി ഡിപ്പാർട്ട്മെന്റിൽ അടുത്ത കാലത്ത് നടന്ന സംഭവ വികാസങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇന്ന് ജീവിതശൈലി രോഗങ്ങളാണ് ഇന്ന് കൂടുതലായിട്ടും നമ്മുടെ സമൂഹത്തിൽ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മിക്കവരും പ്രമേഹമുള്ളവരോ അല്ലെങ്കിൽ പ്രഷറുള്ളവരോ കൊളസ്ട്രോൾ ഉള്ളവരോ ഹാർട്ട് അറ്റാക്ക് വന്നവരോ ഒക്കെയാണ്. അപ്പോൾ ഇതിനെല്ലാം ചികിത്സ നമുക്ക് പ്രൊലോങ്ഡ് ആയിട്ട് അല്ലെ ലൈഫ് ലോങ് ആയിട്ട് ചികിത്സ വേണ്ടി വരുന്നു. അപ്പോൾ മണിയിൽ ഒരു നല്ല വിഭാഗം ഇതിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി നമുക്ക് ചെലവഴിക്കേണ്ടി വരുന്നു. ഡോക്ടറെ നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് കാണേണ്ടിയിരിക്കുന്നു. മരുന്ന് ദിവസവും നമ്മൾ കഴിക്കേണ്ടി വരുന്നു. ഒരു ദിവസം തന്നെ 10-15 കൂട്ടം മരുന്നുകൾ കഴിക്കുന്ന ആൾക്കാർ ഇന്ന് നമ്മുടെ വീടുകളിൽ ധാരാളമുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ചികിത്സാ ചെലവ് വർദ്ധിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. ഇതിന് എന്ത് ചെയ്യാൻ പറ്റും എന്നുകൂടി നമ്മൾ ആലോചിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ആരോഗ്യത്തെ നമ്മൾ സംരക്ഷിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഒരിക്കലും രോഗികളാകരുത്. രോഗികളാകാതിരിക്കുകയാണെങ്കിൽ നമുക്ക് ചികിത്സാ ചെലവ് ഗണ്യമായിട്ട് കുറയ്ക്കാൻ പറ്റും. രോഗചികിത്സയ്ക്ക് ആവശ്യമായിട്ട് വരുന്ന തുകയുടെ ഒരു ചെറിയൊരു ശതമാനം മാത്രമേ നമുക്ക് ആരോഗ്യ സംരക്ഷണത്തിന് ആവശ്യമായിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കുക, അതായത് ഹെൽത്തി ഡയറ്റ് കഴിക്കുക, നമ്മൾ റെഗുലറായിട്ട് വ്യായാമം ചെയ്യുക, സ്ട്രെസ്സിൻ്റെ അളവ് കുറയ്ക്കുക, നല്ലപോലെ എല്ലാ ദിവസവും 7-8 മണിക്കൂർ ഉറങ്ങുക തുടങ്ങിയ കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് രോഗം പിടിപെടാതിരിക്കും. നമ്മൾ ചികിത്സിക്കേണ്ട ആവശ്യമില്ല. പിന്നെ മറ്റൊന്ന്, ഒരു ചെറിയ രോഗം വന്നു കഴിഞ്ഞാൽ പോലും നമുക്കത് വീട്ടിൽ തന്നെ ചികിത്സിക്കാവുന്നതാണ്. ഒരു പനി വന്നാൽ നിങ്ങൾ 1-2 ദിവസം വെയിറ്റ് ചെയ്യാം. 1-2 ദിവസം പാരസെറ്റമോൾ ഗുളിക കഴിച്ച് പനി കുറഞ്ഞില്ലെങ്കിൽ മാത്രം ഡോക്ടറെ കണ്ടാൽ മതി. നമ്മുടെ വീട്ടിലുള്ള അമ്മമാരൊക്കെ ആ പാരസെറ്റമോളിൻ്റെ ഡോസ് വരെ അറിഞ്ഞിരിക്കണം. അതായത് കൊച്ചു കുട്ടികൾക്കൊക്കെ പാരസെറ്റമോൾ കൊടുക്കുമ്പോൾ അതിൻ്റെ ഡോസ് അറിഞ്ഞിരുന്നാൽ മാത്രമേ അത് നമുക്ക് കൊടുക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അമ്മമാരൊക്കെ ആ കാര്യം ശ്രദ്ധിക്കുക. ഒരു വയറ്റുവേദന വന്നാൽ നമുക്ക് ആ വയറ്റുവേദനയ്ക്കുള്ള ഒരു ഗുളിക കഴിച്ചുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. ജലദോഷം വന്നു കഴിഞ്ഞാൽ നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഏതെങ്കിലും റെമഡീസ് സ്വീകരിക്കാം. നമുക്ക് പനിക്കൂർക്കടയിലയോ തുളസി ഇലയോ ഇട്ട് ആവി പിടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ജലദോഷം മാറുന്നതാണ്. അപ്പോൾ അത്ര അത്യാവശ്യം വന്നാൽ മാത്രമേ നമ്മൾ മരുന്നുകളെ അഭയം പ്രാപിക്കാവുള്ളൂ. ഇല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് തന്നെ ആ രോഗത്തെ തോൽപ്പിക്കാനുള്ള ശക്തിയുണ്ട്. പ്രകൃതി തന്നെയാണ് ഏറ്റവും വലിയ ചികിത്സകൻ എന്ന് പലരും പറയാറുണ്ട്. പല രോഗങ്ങളും തന്നെ മാറിക്കോളും. ശരീരത്തിന് അത് റിപ്പയർ വർക്ക് ചെയ്യാനുള്ള അവസരം നമ്മൾ കൊടുത്താൽ മതി. അതുകൊണ്ട് അത്യാവശ്യ സന്ദർഭങ്ങളിൽ മാത്രമേ നമ്മൾ മരുന്നുകൾ ഉപയോഗിക്കാവുള്ളൂ. അത് നമ്മളൊരു ഫസ്റ്റ് എയ്ഡ് കിറ്റ് പോലെ നമ്മൾ വീട്ടിൽ സൂക്ഷിക്കണം. അത്യാവശ്യം ഒരു ചെറിയ മുറിവുണ്ടായാൽ അത് ഡ്രസ് ചെയ്യാനുള്ള ആൻറ്റിബയോട്ടിക് ഓയിൻമെൻറ്റുകൾ, അതുപോലെ തന്നെ മുമ്പേ പറഞ്ഞ പോലെ പാരസിറ്റമോൾ, അതുപോലെ ജലദോഷത്തിനുള്ള
സിട്രസിൻ ഗുളിക, അല്ലെ വയറ്റുവേദനയ്ക്കുള്ള ഒരു മെപ്റ്റാൾ സ്പാസ്, ഇങ്ങനെയുള്ള ഗുളികകളൊക്കെ നമുക്ക് വീട്ടിൽ സൂക്ഷിക്കാം. അത്യാവശ്യം വന്നാൽ നമുക്കത് കഴിക്കുകയും ചെയ്യാം. ഉടനെ നിങ്ങൾ ആശുപത്രിയിൽ പോകേണ്ട കാര്യമില്ല. പിന്നെ മറ്റൊന്ന്, നമുക്കൊരു ഫാമിലി ഡോക്ടർ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. പണ്ട് കാലത്തൊക്കെ അങ്ങനെ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു. ഒരു ഫാമിലി ഡോക്ടറെ ആദ്യം കാണിച്ച് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രമേ നമ്മൾ സ്പെഷ്യാലിറ്റി ഡോക്ടറെ കാണാറുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അങ്ങനെയല്ല, നേരിട്ട് നമ്മൾ സ്പെഷ്യാലിറ്റി ഡോക്ടറെ കാണുകയാണ്. അപ്പോൾ ആ രീതിയൊന്നും മാറണം. വലിയ ആശുപത്രിയിൽ പോകുമ്പോൾ നമ്മൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ആവശ്യമില്ലാത്ത ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്നില്ല എന്ന് ഉറപ്പ് വരുത്തണം. രണ്ടാമതായിട്ട്, നമ്മൾ അങ്ങനെയുള്ള ആശുപത്രികളിൽ പോകുമ്പോൾ നമ്മൾ OP കൊണ്ട് തന്നെ നമുക്ക് ചികിത്സിക്കാമോ എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അതായത് അത്ര അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഇൻപേഷ്യൻ്റ് ആയിട്ട് അഡ്മിറ്റ് ചെയ്യാവുള്ളൂ. സർജറി ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ഒരു സെക്കൻഡ് ഒപ്പീനിയൻ കിട്ടുന്നത് ഏറ്റവും നല്ലതാണ്. അതായത് അത് ആവശ്യമുണ്ടോ എന്ന് മറ്റൊരു സർജനെ കൂടെ കാണിച്ച് നമ്മൾ അഭിപ്രായം സ്വരൂപിക്കുക. പിന്നെ നമ്മൾ മരുന്നിൻ്റെ ചെലവ് കുറയ്ക്കാൻ വേണ്ടി നമുക്ക് ജനറിക് മെഡിസിൻസ് ഇന്ന് അവൈലബിൾ ആണ്. നമ്മുടെ പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമുള്ള ജൻ ഔഷധി മെഡിക്കൽ സ്റ്റോറുകൾ ഇന്ന് നമ്മുടെ നാട്ടിൽ എല്ലായിടത്തും ലഭ്യമുണ്ട്. നമ്മുടെ മറ്റ് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് കിട്ടുന്ന ആ മരുന്നിനകത്ത് അടങ്ങിയിരിക്കുന്ന കണ്ടന്റ് തന്നെ, അതിൻ്റെ കെമിക്കൽ തന്നെ ഈ മരുന്നിലും അവൈലബിൾ ആണ്. മരുന്നിൻ്റെ ചെലവ് കുറയ്ക്കുവാൻ നമ്മളെ സഹായിക്കുന്ന ഒന്നാണ്. അതുപോലെ തന്നെ ചില മെഡിക്കൽ സ്റ്റോറുകളിൽ നമുക്ക് ഡിസ്കൗണ്ട് കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ നമ്മളൊരു മെഡിക്കൽ ഇൻഷുറൻസ് എടുക്കുന്നത് തീർച്ചയായിട്ടും നല്ലതാണ്. ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ ഇൻഷുറൻസ് കമ്പനി നമ്മുടെ ചികിത്സാ ചെലവ് വർദ്ധിക്കും. നമ്മുടെ ഗവൺമെൻറ്റിന് തന്നെ അങ്ങനെയുള്ള സ്കീമുണ്ട്, ഹെൽത്ത് കാർഡുണ്ട്. അതില്ലാത്തവർ അത് മേടിക്കുക. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത്, നമ്മൾ ആനുവലായിട്ടൊരു മെഡിക്കൽ ചെക്കപ്പ് നടത്തുക. എല്ലാ വർഷവും മെഡിക്കൽ ചെക്കപ്പ് നടത്തുകയാണെങ്കിൽ നമുക്ക് രോഗങ്ങളെ നേരത്തെ തന്നെ കണ്ടെത്തുവാനും നേരത്തെ തന്നെ ചികിത്സിക്കാനും അങ്ങനെ ചികിത്സാ ചെലവ് കുറയ്ക്കുവാനും നമുക്ക് തീർച്ചയായിട്ടും സാധിക്കും. ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ഇതിലെല്ലാത്തിലും ഏറ്റവും പ്രാധാന്യമുള്ളത് നമ്മുടെ ആരോഗ്യത്തെ നമ്മൾ സംരക്ഷിക്കുക. നിങ്ങളുടെ ആരോഗ്യം നിങ്ങളുടെ കയ്യിൽ തന്നെയാണ്. നിങ്ങളുടെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. അപ്പോൾ രോഗിയാകാതിരിക്കുവാണെങ്കിൽ നമുക്ക് ചികിത്സാ ചെലവ് ഗണ്യമായിട്ട് കുറയ്ക്കാൻ സാധിക്കും. അപ്പോൾ അതിനുള്ള പ്രയത്നം എല്ലാവരിൽ നിന്നും വേണം. അതിനുള്ള പ്രയത്നത്തിന് നിങ്ങളെ സഹായിക്കുന്ന കാര്യങ്ങളാണ് എൻ്റെ ചാനലിലുള്ള വീഡിയോയിൽ കൂടി നമ്മൾ ചർച്ച ചെയ്യപ്പെട്ടത്. അപ്പോൾ ആ വീഡിയോകളെല്ലാം നിങ്ങൾ കാണുക. വളരെ വിലപ്പെട്ട ഈ വിവരം നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം.